മുൻകൂർ വന്ന് പറഞ്ഞിരുന്നു. കാരണം രേണുസുതിക്ക് അടിക്കാൻ വെച്ചിരുന്ന വടിയായിരുന്നു ഇവന് എം ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ കേസ് ഇതൊക്കെ അടിക്കാൻ വെച്ചിരുന്ന വടിയാണ്. പക്ഷെ ഇവൻ നേരത്തെ വന്നിരുന്ന് അടിച്ച സ്ഥിതിക്ക് അവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്താ പറയാ, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അടക്കമായിരുന്നു. പലരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല കൂട്ടുകാരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പേഴ്സണലി ഞാൻ അന്വേഷിച്ച് പറഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ കൊല്ലത്തടക്കണം. അതുപോലെ തന്നെ വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് എല്ലാം സ്തുതി എന്ന്, അതായത് അയാൾ ജനിച്ചു വളർന്ന നാടിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് കോട്ടയത്ത് ഇതുപോലെ ഒരു പള്ളിയിൽ അടക്കിയത്? അയാൾ ഹിന്ദുവാണ്. അവിടെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് രേണുസുതി തന്നെയാണ് ഇന്ന് സബ്ജക്ട്. അപ്പം ഇത് അത്യാവശ്യമായിട്ട് സംസാരിച്ചൊന്ന് തീർക്കേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരേ ലെവലില് അമ്മയും മകനും ഒരേ ലെവലിൽ എന്താണ് ഒരു വീഡിയോ ഇട്ടുണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്. ഇന്നലെ കിച്ചുവിന്റെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 6-7 മിനിറ്റ് ഉള്ള ലൈവ്. അതേസമയം ഇന്ന് രേണുസുതിയുടെ ഒരു റീലും കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷയമില്ല. രേണുവിന്റെ ഭാഗം ന്യായീകരിച്ചും കിച്ചുവിന്റെ ഭാഗം ന്യായീകരിച്ചും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ലൈവ് വന്നതിന് ശേഷം ഞാൻ കിച്ചുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം മേ ബി അവൻ മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സോ ഫ്രണ്ട്സ്, എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ലൈക്ക് കൊടുത്തുകൊണ്ട് തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. നമുക്കറിയാം കുറെ അധികം തവണയായി നമ്മൾ ഈ സബ്ജക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളും മടുത്തു, ഞാനും മടുത്തു എല്ലാം. പക്ഷെ ഇതിനെ എവിടെ ചെന്ന് ഈ ഒരു വിഷയം ഇടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ ലൂപ്പിനകത്ത് പെട്ടുപോയി. അപ്പൊ നമ്മൾ കുറേയധികം കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാലോ, നമ്മളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നോട്ട് വന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ഈ ലൂപ്പിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ചക്ക കുഴയുന്ന മാതിരി അങ്ങ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ കുറെ അന്തം ഫാൻസ് ഈ രേണുസുതി കുറെ അധികം PR കൊടുത്ത് പൈസ കൊടുത്ത് ഇറക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കുറെ എന്താണ് പറയുന്നത്, കുറെ എണ്ണങ്ങളെ ഇറക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ജാസി ഒക്കെയാണ് വന്നിട്ട്, ശ്രീലക്ഷ്മി, അങ്ങനെ കുറെ അവൾമാരിരുന്ന് വന്നിട്ട് മെഴുകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണുങ്ങൾ, ക്വാളിറ്റി ഇല്ലാത്ത കുറെ അവന്മാർ എല്ലാം വന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അഫ്കോഴ്സ് PR വർക്ക് പോലെ തന്നെ. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്ത വന്നവർക്കെല്ലാം മണ്ണാക്കി കൊടുക്കുന്ന പോലെ തന്നെ അവൾ ഇന്ന് വന്നിട്ട് ഒരു റീൽ വിട്ടു. അപ്പൊ എല്ലാത്തിനും സമാധാനമായില്ലേ? അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ എന്താണ് രേണുസുതിയുടെ റീൽ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് സജന ചേച്ചിക്കിട്ട് എനിക്ക് നല്ലൊരു മറുപടി കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ 2-3 ദിവസം ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണ് ഇവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീൽ ഇട്ടുകൊണ്ടിരിക്കുക. ഈ എന്താണ് രേണു കണ്ടന്റ് തന്നോണ്ടിരിക്കുക. എനിക്കാണ് സമയമില്ല, നമുക്കിതല്ല പണി, നമുക്ക് വേറെ ജോലിയുണ്ട്. അപ്പം നമുക്ക് സമയം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ ശ്രീതുവിനും സജനിക്കും അവര് തന്നെയാണ് മൂടുതാങ്ങികൾ. അപ്പൊ ഇവർക്ക് രണ്ടാണെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഇതിന്റെ ഇടയിൽ അതും കൂടെ പറഞ്ഞു പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരും എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് രേണുവിന്റെ ഒരു റീൽ കാണാം. ഹായ്, ഹലോ, രേണുസുതിയാണ്. അപ്പം അറിയാം, പ്രധാനമന്ത്രിയാണല്ലോ. എന്താ പറയാ, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നീ എന്ത് തേങ്ങാപ്പിന്നാക്കാ പറയുന്നത്? യാതൊരു ബന്ധമില്ലാതെ പിന്നെ കുഞ്ഞുമ്മ അളിയന്മാരും ഒക്കെ ആണല്ലോ സോഷ്യൽ മീഡിയ എല്ലാരും കാണുന്നത്. എല്ലാം നമ്മളെ കാണുന്ന എല്ലാരും, എന്നെ കാണുന്ന നിങ്ങളും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധമില്ലാത്തവരാണ്. കാരണം ഒരു കോണ്ടന്റ് സോഷ്യൽ മീഡിയ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലല്ല ഇടുന്നത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുമ്മയും അളിയനും ചേനച്ചാരും ചേച്ചിയും ചേട്ടത്തിയും ഒന്നും ഇല്ല. എല്ലാരും അറിയത്തില്ലാത്ത ആൾക്കാരാണ്. ശരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോ ഒരു വിവാദങ്ങളും ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ അല്ല ചേച്ചി, 2 ദിവസം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നല്ലോ, കരഞ്ഞോണ്ടിരിക്കുവായിരുന്നല്ലോ, മൊത്തം കരച്ചിലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇതാണ് സ്വിച്ച് ഇട്ട പോലെയാണ് പുള്ളിക്കാരി മാറുന്നത്. ഒരേ സമയം അന്യൻ റമോ ഏതെല്ലാം ആ ക്യാരക്ടർ എല്ലാം മിന്നി മാഞ്ഞു മറയുന്ന ഒരു ഇതാണ്. അത്ഭുതമാണ്. കരച്ചില്, ഒരു സമയം കരച്ചില്, വേറൊരു സമയം എന്താണ് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനുള്ള കോണ്ടന്റ് കൊടുക്കല്, പിന്നെ അത് കഴിയുമ്പോൾ അത് വെളുപ്പിക്കല്, PR, അതിനുള്ള റീല്, ഇതെല്ലാം രേണു നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്തുമാത്രം അടവ് പിടിച്ചൊരു പെണ്ണാണെന്നറിയോ ഈ പെണ്ണ്. അത് എല്ലാം പിന്നെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കോച്ചേ, ഒരു ദിവസം കൊണ്ട് എല്ലാം കൊണ്ട് കാണിച്ചു തന്നു. എന്താണെങ്കിലും തിരക്കിലാണ്. ഞാൻ ഇപ്പോഴും ദുബായിലാണ്, ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയാ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളും ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനി ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരൊക്കെ എനിക്ക് 2 ദിവസം നമ്മൾ കണ്ടായിരുന്നു. ഒരു ദിവസം 2-3 റീലാ വന്നത് കരഞ്ഞോണ്ട്. അത് കണ്ണീര് പോലും വരുന്നില്ല. ഒരു ഗ്ലിസറിൻ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, അത് ഇനി ഞെക്കി പിഴിഞ്ഞിട്ട് പോലും കണ്ണീര് വരുന്നില്ല. അതുപോലത്തെ എന്നിട്ട് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം കൂടെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു റീൽ. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആരായി?
അതുപോലത്തെ ഒരു ഐറ്റം. ശരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവരുടെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കുക, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ നേരിട്ട് വന്ന് അവിടെ വന്ന് കാണാവുന്ന സമയമൊന്നുമില്ല. എന്തെങ്കിലും വിളിക്കണം തോന്നിയാൽ ചിലപ്പം വേണ്ടി വന്ന് ഒന്ന് ഫോൺ വിളിച്ചേക്കാം. അപ്പൊ 2, 3, 4 കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നേരെ ചൊവ്വേ ഒന്ന് മറുപടി തന്നാ മതി. ആ മറുപടി ഒന്ന് തരണം, കറക്റ്റായിട്ട് തരണം. അപ്പം അടുത്തത് ഇനി കിച്ചുവിന്റെ ഒരു ലൈവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, കിച്ചുവിന്റെ. അപ്പൊ ആ ലൈവും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലൈവ് കണക്ട് ആയില്ലേ? വേഗം വാ, സമയമില്ല, വേഗമാട്ടെ. ആ ലൈവായി, വേഗം വാ. ഓടിച്ചു വിടാം. ഇവനെ പറയാനുള്ളത് നമുക്ക് വെക്കാം. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ഹലോ ഹലോ. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ശരിയാണ്, അവൻ ഓക്കെയാണ്. ഞാനും ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെയാണ്, ഇവൻ ഓക്കെയാണ്. ഇവൻ എന്താണ് പറയുന്നത്? ഇവന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. തന്റെ ഒരു കുട്ടിക്കാലത്ത് തനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നവരെ എന്നല്ല, ഇവന് എല്ലാരെയും എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ആരെയും കോർണർ ചെയ്ത് പറഞ്ഞില്ല, ആരെയും വിട്ടു പോയിട്ടില്ല. അവൻ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചു. നമ്മളെല്ലാരും കണ്ടതാണേ, ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേണുസുതി കുരു പൊട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ രേണുസുതിക്ക് കുരു പൊട്ടാൻ മാത്രം അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് വെളുപ്പിക്കലും വൈറ്റ് വാഷ് എല്ലാം വന്നത്. അപ്പൊ നോക്കാം. ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാതെ പോകും. പറയണമെന്നുണ്ട്. കിച്ചു നന്നിട്ട് നെർവസ് ആവുന്നുണ്ട്. അവൻ എന്തൊക്കെ ഒരു ടെൻഷൻ വെച്ചിങ്ങനെ പറഞ്ഞ പോലെ, എന്തെന്തോ തുപ്പി തരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അവൻ പറയാനുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ച് എനിക്കും പറയാനുണ്ട്. നമുക്ക് തുടർന്ന് കേൾക്കാം. നന്നായിരിക്കും കുട്ടാ, നീ ഓക്കെ ആയിട്ടിരിക്കുക. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അതുവഴി അങ്ങ് വിട്ടേക്ക്. ഇനി മുന്നോട്ട് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. അപ്പം ഇവൻ ഈ പറഞ്ഞ ഒരു കാര്യം ചങ്കത്ത് കൊണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇവന്റെ അമ്മ എന്ന് വിളിക്കുന്ന രേണുസുതിയിൽ നിന്നായിരിക്കാം ഇവൻ ചിലപ്പോൾ ഒരു പെണ്ണ് കേസിൽ പെട്ടേക്കാം എന്നൊരു ആരോപണം ചിലപ്പോൾ വന്നേക്കാം എന്ന് പുള്ളി ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ ഒരു ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് രേണുസുതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഇങ്ങനെ ഇവനെ കുറിച്ച് ഇവന്റെ നോട്ടം ശരിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രേണുസുതിയുടെ ഫ്രണ്ട്സ് അന്വേഷിച്ച സമയത്ത് പെണ്ണ് കേസും കാര്യങ്ങളും ഇവൻ ഉള്ളതായിട്ട് അറിയത്തില്ല എന്നാണ് രേണുസുതി പറഞ്ഞത് എന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അത് ശ്രീത്തുവിനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും കേട്ടോ. അവൻ അത് മുൻകൂർ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം വരുമ്പോഴത്തേക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇവൻ എം ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം നേരത്തെ ഇതുപോലെ ഇവർ മുൻകൂർ വന്ന് പറഞ്ഞിരുന്നു. കാരണം രേണുസുതിക്ക് അടിക്കാൻ വെച്ചിരുന്ന വടിയായിരുന്നു ഇവന് എം ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ കേസ് ഇതൊക്കെ അടിക്കാൻ വെച്ചിരുന്ന വടിയാണ്. പക്ഷെ ഇവൻ നേരത്തെ വന്നിരുന്ന് അടിച്ച സ്ഥിതിക്ക് ഇനി അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അവള് ഇതിന് മുന്നേല് ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും, ഞാൻ പലതൊന്നും മാറി നിൽക്കുക എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റീല് പോലെ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കണം ഇപ്പം കിച്ചു ഇങ്ങനെ വന്ന് പറഞ്ഞ ഒരു കാര്യം. അതൊക്കെ ഇവള് ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അടിക്കാമെന്നൊരു കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ എന്നാലും ഒരു 30-35 വയസ്സുള്ള ഒരു ആൾ വന്ന് പറയുന്ന പോലെയാണ് ഇവൻ ഇതിനകത്ത് വന്ന് പറഞ്ഞു വെക്കുന്നത്. എന്തേലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. എന്താണെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇവർ സോഷ്യൽ മീഡിയ കൊണ്ട് ഇടുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഇവർ രണ്ടു കൂട്ടരും ഇനി മിണ്ടാതിരിക്കുവാണെങ്കിൽ മാന്യമര്യാദയ്ക്ക് പോകാം. ഇപ്പൊ ഈ ഒരു ലെവലിൽ പോയാൽ അതങ്ങ് പോകാം. പിന്നെ രേണുസുതിക്ക് ഇനിയും ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് അപ്പുറത്ത് നിങ്ങൾ ആളായി.
അതേസമയം കിച്ചുവിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സുധിയെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല കിച്ചുവിന് അത്യാവശ്യം നല്ല കഴിവും കാര്യങ്ങളും അവന്റെ ബേസിൽ പോകുന്നതാണ്. പക്ഷെ അതേസമയം രേണുസുധി എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ അടിമുടി വിറ്റ് ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. ഇനിയും അതിനെ ഇല്ലാതിരിക്കുക. ഞാൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുകയല്ല, എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല, രണ്ടുപേരല്ല, എനിക്ക് ആരെയും അങ്ങനെ ഈ ഒരു സബ്ജക്റ്റിൽ ഇവർ ഒട്ടും ഇനി മുന്നോട്ടാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം പ്രയാസമുണ്ട്. പിന്നെ കിച്ചു എന്ന് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന് വന്ന ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാം. തീരെ ചെറുപ്പത്തിൽ അവന് ഒരു പേരന്റിങ് കിട്ടാതെ, കറക്റ്റ് പേരന്റിങ് കിട്ടാതെ വന്ന ഒരു കൊച്ചിന്റെ നിസ്സഹാവസ്ഥയാണ് ഇവൻ ഇവിടെ തുറന്ന് കാണിച്ചത്. അപ്പൊ ഇപ്പോഴെങ്കിലും അവൻ വന്ന് പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ ഒരു ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഈ ഒരു ടാഗ് ലൈൻ വെച്ചിട്ട് ഇവനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ ഇവൻ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഋതപ്പനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി കൊണ്ടൊക്കെയാണ് കുട്ടി ഇങ്ങനെ പറയാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അവൾ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു, ഋതപ്പനെയും കിച്ചുവിനെയും തമ്മിൽ തെറ്റിച്ചു യൂട്യൂബേഴ്സ്. അതൊക്കെ എന്ത് ന്യായമാണെന്ന് അറിയത്തില്ല. ഇവിടെ ചുമ്മാ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുകയാണ്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുക രേണു. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനും എല്ലാവരും ഇത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് നീ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഈ കിച്ചുവിനെയാണ് ഇവിടെ അടിച്ചിരുത്തുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു ഇല്ലാതായ, കിച്ചുവിന് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവക്ക് നാളെ ഇവക്ക് നല്ലതാണ്, ഇവള് പോസിറ്റീവ് ആവും, ഇവള് വെളുക്കും. അപ്പൊ ഇത് അറിയാവുന്നതുകൊണ്ട് കിച്ചുവിനെ മാക്സിമം ഇവൾ എങ്ങനെ നെഗറ്റീവ് ആക്കും അതുപോലെ നല്ല PR ആണ് കൊടുത്തേക്കുന്നത്. മൊത്തം ഇവള് കൊളാബ് ചെയ്തേക്കുവാണ്. കിച്ചുവിനെ കുറ്റം പറഞ്ഞ ആരൊക്കെ വരുന്നു അതെല്ലാം കൊളാബ് ചെയ്തേക്കുവാണ്. അപ്പൊ അതൊക്കെയാണ് ഒരു ക്വാളിറ്റി അമ്മ. അപ്പൊ ഞാൻ ഈ ക്വാളിറ്റി അമ്മ, നല്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രേണുവിന്റെ കുറച്ച് അന്ധത ബാധിച്ച മൂടുതാങ്ങികൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് സജിന. ഇന്നലെ ഞാൻ ശ്രീതുവിനുള്ള മറുപടി കൊടുത്തു. വീഡിയോ അല്പം ലെന്തി എന്നുണ്ട്, എന്നാലും സാരമില്ല. സജിനയ്ക്കുള്ള മറുപടി ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടു, അല്ലെങ്കിൽ ഇനി നീണ്ടു പോകും. അപ്പൊ ഈ 3 പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത്, ഒരു പ്രാവശ്യം ശ്രീതു ഉണ്ടായിരുന്നു, ചെന്നിരിക്കുന്ന സമയത്തൊക്കെ കിച്ചുവിന്റെ ഫോൺ വരും. അപ്പൊ തന്നെ രേണു ഫോൺ എടുക്കും. അമ്മ ചില്ലറ വല്ലതും ഉണ്ടാ, സ്പീക്കറിലായിരിക്കും ഇടുന്നത്. ഞങ്ങൾ കേൾക്കട്ടെന്ന് വിചാരിച്ചോണ്ട് അവള് സ്പീക്കറിൽ തന്നെ ഇടുന്നത്. അമ്മ ചില്ലറ വല്ലതും ഉണ്ട്, ഉണ്ട്, ഇപ്പൊ അയച്ചു തരാം മോനെ. ഈ ടോക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് വീഡിയോയിൽ കൊടുത്തേക്കാം. ലാസ്റ്റ് അവൾ അയച്ചിരിക്കുന്നത് 24-ാം തീയതിയാണ്, മാർച്ച് 24. ഇത് ഇന്നത്ര തീയതി 29. അപ്പൊ 3 ദിവസത്തിന് മുന്നേ വരെയും രേണുസുധിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഈ കിച്ചു കാണിച്ചത്. അപ്പം അത് എങ്ങനെയാണ് കാണിച്ചത്, എന്താണ് കാണിച്ചതെന്നുള്ളത് ഇപ്പൊ പകൽ പോലെ എല്ലാവർക്കും വ്യക്തവുമായി, സ്പഷ്ടമായി. പക്ഷെ അത് നിലനിൽക്കാൻ അയ്യോ വെളുപ്പിക്കരുത്. നന്നായിട്ട് 2, 3, 4 ബക്കറ്റ് വൈറ്റ് വാഷ് വാങ്ങിച്ചു വെച്ചോളൂ സജന ചേച്ചി. സജന അപ്പം എന്താണെന്നറിയോ, നന്നായിട്ട് വെളുപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേർന്ന പണിയാണ്. അപ്പൊ നിങ്ങളോട് ഈ കേൾക്കുന്നത് നിങ്ങളോടാണ് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും വൈറ്റ് വാഷ് അടിക്കാറുണ്ടെങ്കിൽ ബന്ധപ്പെടുക. സജീന ചേച്ചിയിലും നമ്മുടെ ശ്രീധുനെയും ബന്ധപ്പെടുക. കാരണം അത്യാവശ്യം നന്നായിട്ട് മെനക്കെടുന്നുണ്ട്. പക്ഷെ നല്ല വർക്കാണ്, നന്നായിട്ട് ചെയ്തു തരും. 100% ആണ്, ഷുവർ ആണ്, നന്നായിട്ട് വെളുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2, 3, 4 ദിവസം വരെ ഇത്ര എമൗണ്ട് കൊടുത്തു. ഈ എമൗണ്ടിന്റെ കണക്കാണ്. നമ്മൾ എമൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ 200 രൂപ, 100 രൂപ, 300 രൂപ, 500 രൂപ, ഇതാണ് കണക്ക്. അപ്പൊ ഇതൊരിക്കലും ഈ ഒരു പൈസ ഈ നക്കപ്പിച്ച കാശ് തരുന്നത് കൊണ്ട് രേണു കാണിക്കുന്ന ഒരു പോക്കുത്തരങ്ങളും വെളിയിൽ വന്ന് പറയരുത് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു അമ്മ, നല്ലൊരു അമ്മ, ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ കാണിക്കുന്ന പരിപാടിയാണോ ഈ രേണു കാണിച്ചു നടക്കുന്നത്? വട, മറ്റേത് മറിച്ചത്, ഡബിൾ മീനിങ് പറയാ. ഏതോ ആനിയന്മാരായിരിക്കട്ടെ, ചേട്ടന്മാരായിരിക്കട്ടെ, ആണുങ്ങളുടെ തോളെ കൈയിട്ടുകൊണ്ട് ചുമ്മാ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നടക്കുക. അഭിനയം, ഷോർട്ട് ഫിലിം, അത് ഇതെന്ന് പറഞ്ഞ് പോയിട്ട് അഭിനയിക്കാൻ വരുന്നവരെ തോളെ കയറി നടക്കുക. പിന്നെ എന്താണ് കള്ളും കഞ്ചാവും അങ്ങനെയുള്ള ഇടങ്ങളിൽ പോയിട്ട് ഷാപ്പിൽ പോയിട്ട് കണ്ണി കണ്ടവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അമ്മാനമാടുക. അപ്പൊ ഇതൊക്കെ ഒരു 10-21 വയസ്സുള്ള ചെറുക്കൻ ഈ പൈസയും വാങ്ങിച്ചിട്ട് ഇവള് കാണിക്കുന്ന തോന്നിവാസം പറയാതിരിക്കാനുള്ള ഒരു ബെനിഫിറ്റ്, പാരിതോഷികമായിട്ട് കരുതണോ? അത് ഒരു 300, 500 ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവൻ ഇതൊന്നും വന്ന് പറയാൻ പാടില്ലെന്നാണോ? ഇവൻ ഇതൊന്നും വന്ന് പറഞ്ഞില്ലല്ലോ. ഇവൻ എന്താണ് പറഞ്ഞത്? ഇവന് കഴിഞ്ഞ ഇവന്റെ കുഞ്ഞുനാളിൽ ഇവന് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ, അവന് കിട്ടിയ ട്രോമകളാണ് ഇവന് വന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. അല്ലാതെ കറന്റ് സിറ്റുവേഷൻ ഇപ്പൊ എങ്ങനെയാണ് എന്താണെന്ന് ഇവൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതുപോലെ പൈസ കൊടുക്കുന്നുണ്ട് കിച്ചുവിന്, അധികം ഇഷ്ടം പോലെ ആവശ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇനി ജീവിതത്തിൽ ഒരു കാലത്തും രേണു കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ ഒരിക്കലും നിങ്ങൾ വിളിച്ച് പറയില്ലെന്നാണ് ഇവിടെ സജിന പറഞ്ഞു വരുന്നത്. സത്യം ഏതാണെങ്കിലും അതിപ്പോ ചോദിക്കാം, സത്യം ജയിക്കട്ടെ. അത് ഏത് രീതിയിലുള്ള സത്യമാണെങ്കിലും, അവന്റെ ഭാഗത്താണ് സത്യമെങ്കിലും ഇവിടെ ഭാഗത്താണ് സത്യമെങ്കിലും സത്യം ജയിക്കട്ടെ. സത്യം തന്നെ ജയിക്കൂ. തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെക്കാൻ പറ്റും, എന്തിനെ? സത്യത്തെ. പക്ഷെ അത് നെടുനാളും നിൽക്കില്ല. സത്യം മറന്നിക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. ഇതുവരെയും ഈ നിമിഷം വരെ അത് തന്നെയാണ് ചരിത്രവും. അയച്ചിരിക്കുന്നതാണ് 24, 20. ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി 2 പ്രാവശ്യമാണ് അയച്ചിരിക്കുന്നത്. മാർച്ച് 5, 14, 17, 18, 20, 24 ദിവസങ്ങൾ അയച്ചിരിക്കുന്നതാ. ഞാൻ അതിനകത്ത് കൊടുക്കാം. അതൊന്ന് പിന്നെ വേറെന്തോ പറഞ്ഞ പിന്നെ കിച്ചു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അതായത് വലിയ കേമത്തരം വൈബി. അപ്പൊ കിച്ചു ഇപ്പൊ മനസ്സിലായ ഒരു അമ്മയുടെ മേന്മ മനസ്സിലായല്ലോ. പൈസ കൊടുത്ത് അവള് കാണിക്കുന്ന ഈ അലമ്പ് പരിപാടികൾ മറയ്ക്കാനുള്ള മറയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഒരിക്കലും ഒരു പൈസ കൊടുത്തിട്ട് ഒരു കൊച്ചിനെല്ലാം ആയില്ല. അവന് ഒരു അമ്മയുടെ കേറ് വാത്സല്യം ഒന്നും കിട്ടത്തില്ല. അവന് കിട്ടേണ്ട പ്രായത്തിൽ, അതായത് അവന്റെ കുഞ്ഞുനാളിൽ അവന് പൈസയും കുന്തമൊന്നും അല്ലായിരുന്നു. അവൻ പറയുന്നുണ്ട് 3 വർഷത്തോളം അവനൊരു ഒരു മുറിക്കുള്ളിലായിരുന്നു. അവൻ അച്ഛൻ വന്നാലാണ് അവിടെ ആഹാരം കൊടുത്തിരുന്നത്. അപ്പൊ രേണു അവിടെ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. രേണുവിന്റെ അപ്പൊ അതിൽ നിന്ന് നല്ല വ്യക്തമാണ് രേണു എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവനെ ട്രീറ്റ് ചെയ്തിരുന്നത്. അവന്റെ വീട്ടിൽ അവൻ വീർപ്പ് മുട്ടി തന്നെ കഴിയുകയാണ്. അങ്ങനെയാണ് അവനൊരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വെളുപ്പിക്കൽ ടീം എന്താണ് കരുതുന്നത്, ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഇത്ര രൂപ കൊടുത്തായിരുന്നേ, ഇന്നലെ ഇത്ര രൂപ കൊടുത്തായിരുന്നേ, അതുകൊണ്ട് രേണു കാണിക്കുന്ന പരിപാടി ഒന്നും വിളിച്ചു പറയാൻ പാടില്ല. പിന്നെ ഒരു ഭീഷണിപ്പെടുത്തലാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇനി അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ചിട്ടടിക്കും, വേറെ എന്തോ കുറെ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ടടിക്കും. നല്ല വെളുപ്പിക്കൽ പരിപാടി നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മള് ഈ സുചേട്ടൻ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടി ഫ്ലവേഴ്സ് പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് പോയെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാനും തിരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരന്ന് പോയിട്ട് നമുക്ക് ബോധം പോലും കാണത്തില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളൊക്കെ. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്കും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ച് എന്നിട്ട് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് സ്റ്റാഫോടൊക്കെ കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി വരുത്തി എന്താന്ന് വെച്ചാൽ, സംശയമുള്ളവർക്ക്, ഇപ്പൊ ഇത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുന്നവർക്ക് തെളിവ് സഹിതം കിച്ചുവിനെ കൊണ്ട് അല്ലെങ്കിൽ പറയിപ്പിക്കുക. ആരൊക്കെയാണ് പോയെന്നറിയാവോ? പിന്നെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവും വിവേക് എന്ന് പറയുന്ന അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട്, കസിനും കിച്ചും, ഇവർ 3 പേരും മാത്രമേ ഉള്ളായിരുന്നു രേണു സുധിയുടെ വീട്ടിൽ നിന്ന് പോകാൻ. പിന്നെ ഉണ്ടായിരുന്നവർ 3 4 പള്ളിയിലെ ആൾക്കാരായിരുന്നു. പള്ളിയിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് പോയി. ഈ പള്ളിയിലെ ആൾക്കാർക്ക് ഇത്രയും ദൂരം പോകുമ്പോൾ അവർക്ക് വിശന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ വഴിയിൽ വണ്ടി നിർത്തി അവർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പോഴും കിച്ചു പറയുന്നുണ്ട്, ഇതിനകത്തും പറയുന്നുണ്ട്, ഞാനും അവരുടെ ഹസ്ബൻഡും വേറൊരാളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഉമിനീര് പോലും ഇറക്കാതെ വണ്ടിക്കകത്തിരുന്നു. അപ്പൊ അത് ന്യായം തന്നെയല്ലേ? രേണു സുധിയെ സംബന്ധിച്ച് രേണുവിന്റെ ബന്ധുവായിട്ടുള്ളതാണ് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ്. അദ്ദേഹം ഇറങ്ങി ഫുഡ് പോലും കഴിച്ചിട്ട്. ഒരു കാര്യം പറയട്ടെ, വെളുപ്പിക്കൽ ടീംസ് സജീന, നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെളുപ്പിക്കാൻ വരുമ്പോൾ ആ ഒരു കിച്ചുവിന്റെ വീഡിയോയിൽ നിങ്ങൾ ആ ഒരു 1/2 മണിക്കൂർ ലെന്തിയുള്ള വീഡിയോ, ഒരു 32 മിനിറ്റുള്ള വീഡിയോ, അതെങ്കിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വന്നിരുന്ന് വെളുപ്പിക്കാൻ. അതിനകത്ത് അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, അവന്റെ രമ്യയുടെ കെട്ടിയവൻ പോയിട്ടുണ്ട്, ഇവർ അളിയൻ പോയിട്ടുണ്ട്. അതിലെന്താണ് പറഞ്ഞേക്കുന്നത്, എനിക്കൊരു ഉമ്മിനീര് പോലും, അതായത് കിച്ചുവിന് ഒരു ഉമ്മിനീര് പോലും ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാക്കി എല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഇറങ്ങി കഴിച്ചിട്ടാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പത്തേക്ക് ഇതിനൊക്കെ ഒരു ന്യായീകരിക്കണം, ഇത് നോർമലൈസ് ചെയ്യുകയാണോ? എടോ, അവരുടെ ഒരു അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു എന്നറിഞ്ഞിട്ട് ആ ഒരു നിമിഷത്തിൽ അന്ന് ഒരു 10-18 വയസ്സ് കാണും വന്നവന്. അപ്പൊ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ അപ്പൊ അവനെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് അവൻ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോയിരുന്ന് ഞണ്ണണമായിരുന്നോ? എങ്ങനെ ചോദിക്കാതിരിക്കും? ആ ഒരു അവസ്ഥയിൽ അവരുടെ എല്ലാരും കൂടെ പോകുന്നവർ എല്ലാവരുടെയും വയറ് വീർപ്പിക്കുക. ഈ പോകുന്ന വഴിക്ക് തന്നെ കഴിക്കണമായിരുന്നല്ലോ, അല്ലെ? അറിയായിരുന്നല്ലോ ഇന്നലെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്, ഇന്നലെ ദൂരത്തോട്ടാണ് പോകുന്നതെന്ന് അറിയായിരുന്നല്ലോ. അപ്പൊ അവന്റെ ഒരു മാനസികാവസ്ഥയ്ക്ക് യാതൊരു വിലയില്ല. അവൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല. ഇതിനകത്ത് അവൻ പറഞ്ഞു, അവന് കിച്ചുവിന് ഒരു ഉമ്മിനീര് പോലും ഇറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ബാക്കി എല്ലാരും കഴിച്ചു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ കിച്ചുവിന്റെ കൂടെ അവിടുത്തെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു അതൊന്ന്. അപ്പൊ ആ ഫുഡ് കഴിക്കാൻ, ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിച്ചത് പള്ളിയിലെ ആൾക്കാരാണ്. രേണു സുധിയുടെ ചേച്ചിയോ പിന്നെ അമ്മയോ അച്ഛനോ പോയിട്ടില്ല. ആ വണ്ടിയിൽ അവരില്ലായിരുന്നു. മാത്രമല്ല രേണുവിന്റെ അച്ഛൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 2 ദിവസമേ ആയിട്ടുള്ളായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ സുധിച്ചേട്ടൻ മരിക്കുന്നതിന്റെ അന്നും ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ്. അയ്യോ, അതിനിവിടെ ആരും പറഞ്ഞില്ല. രേണു സുധി അച്ഛനോ അമ്മയോ വേറെ ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? സ്വാഭാവികമായിട്ട് ഇതൊരു ആക്സിഡന്റ് ഡെത്താണ്. അപ്പത്തേക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകത്തില്ല. കോമൺ സെൻസ് ഇല്ലേ? അപ്പൊ കിച്ചു അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ കിച്ചുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇവരെല്ലാം കൂടെ കയറി ഇരുന്ന് ഞണ്ണിട്ട് പോയ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾ എന്തെങ്കിലും നോർമലൈസ് ചെയ്താണ് പറയുന്നത്. ആ കൊച്ചിന്റെ ഒരു വികാരത്തെ പോലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഒരു ഹൃദയമുണ്ടോ? ഒരു അമ്മയുടെ ഞാൻ പറയുന്നില്ല, അന്ധത ബാധിച്ചിരുന്നതിനെ ഇതിനൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ ഏതായിരുന്നു ഇതിന്റെ ഇത് അടക്കിയതിന്റെ ചടങ്ങുകളും പള്ളിയിൽ അത് പന്തലിട്ടതും ഇതിന്റെ എല്ലാം കൂടെ ചെലവായിട്ട് 1,80,000 രൂപയുടെ തുണ്ട് കൊണ്ടുവന്ന് കിച്ചുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ആര് കൊടുത്തെന്നാ പറഞ്ഞ? തങ്കച്ച രേണുവിന്റെ അച്ഛനല്ല, ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബും ഒക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ കൊണ്ട് കൊടുക്കും? ഈ തുണ്ട് കൊണ്ട് കൊടുക്കുന്നത് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. കിച്ചുവിന്റെ കൊണ്ട് കൊടുക്കുന്നത് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അവരാണ് ഫ്ലവേഴ്സുകാരെ വിളിക്കുന്നത്. ഫ്ലവേഴ്സുകാർ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് പോവുക, കാരണം ഇത്ര എമൗണ്ട്. ഫണ്ട് മറിച്ച കാര്യമൊന്നും പറയണ്ട. അതിനകത്ത് കിച്ചു തന്നെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തങ്കച്ചൻ ഒരു 89,000 രൂപയിൽ ഒതുക്കേണ്ട ഒരു ബില്ല്, അതായത് 89 ഇരിക്കേണ്ട ഒരു ബില്ല് 1,89,000 ആയിട്ട് കിച്ചുവിന്റെ കൈ കൊണ്ട് കൊടുത്ത് അത് ഫ്ലവേഴ്സുകാരായി കൊണ്ട് കൊടുത്ത് ക്യാഷ് വാങ്ങണമെന്ന് പറഞ്ഞതും കിച്ചു അത് കഴിഞ്ഞ് നേരിട്ട് പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് 1,89,000 രൂപ എന്ന് പറഞ്ഞ ഒരു സംഭവം 89,000 ആയിട്ട് ഒതുങ്ങിയതും കാര്യം നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. അതെന്തിനു വേണ്ടി? ഈ 89,000 ബില്ലിന്റെ കാര്യത്തിനൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിച്ചു, അത് കൊല്ലം സുധി എന്നൊരു വ്യക്തി അറിയപ്പെടുന്നത് കൊല്ലം സുധി എന്ന, അതായത് അയാൾ ജനിച്ചു വളർന്ന നാടിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് കോട്ടയത്ത് ഇതുപോലെ ഒരു പള്ളിയിൽ അടക്കിയത്? അയാൾ ഹിന്ദുവാണ്.
അവിടെ കൊണ്ട് അടക്കാമായിരുന്നു. പലരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലരോടും പല കൂട്ടുകാരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പേഴ്സണലി ഞാൻ അന്വേഷിച്ച് പറഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ കൊല്ലത്ത് അടക്കണം. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ ശവകുടീരം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു വലിയ നിലയിൽ എത്തുമെന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പലതവണയായിട്ട് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു സബ്ജക്റ്റിന്റെ പുറകെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു അറിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ എന്താണെങ്കിലും അന്നത്തെ ബാധിച്ചങ്ങൾക്ക് തലയിൽ കളിമണ്ണാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് ലെന്തി ആകുന്നു. ഞാൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അല്ല, വേറെ 2-3 പാർട്ടീസിനും കൂടെ ഉള്ള ഒരു മറുപടി തരാനുണ്ട്. അപ്പൊ വളരെ വളരെ ലെന്തി ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ആയി. അതുകൊണ്ട് ഞാനിപ്പോ വൈൻഡപ്പ് തൽക്കാലം ചെയ്യണം. അപ്പുറത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പുറത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരെ ശ്രദ്ധിക്കാം. ബൈ.